നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വികാര നിർഭരം സാന്റിയാഗോ ബെർണാബുവിൽ അന്തരീക്ഷം കണ്ടു നിൽക്കുന്ന ആർക്കും കണ്ണിലൊരിറ്റ് കണ്ണീര് പൊടിയാതിരിക്കില്ല. രണ്ട് ലെജൻഡുമാരവർ യാത്രയാക്കുകയാണ്. ശരിയാണ്, ലൂക്ക മോഡ്രിച്ച് ഇനിയും റയലിന് വേണ്ടി കളിക്കും. അത് ക്ലബ്ബ് വേൾഡ് കപ്പിൽ. പക്ഷേ അത് സ്പെയിനിലല്ല, ബെർണാബുവിലല്ല, അങ്ങ് US അദ്ദേഹം സ്പാനിഷ് മണ്ണിലെ ബെർണാബുവിലെ തൻ്റെ അവസാനത്തെ കളിയും കളിച്ചു കഴിഞ്ഞു റയലിനായിട്ട്. കാർലോ അഞ്ചലോട്ടി ക്ലബ്ബ് വേൾഡ് കപ്പിന് നിൽക്കുന്നില്ല, കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ റയലിൻ്റെ കോച്ച് എന്നുള്ള നിലയിലുള്ള ആ ഒരു മത്സരങ്ങൾ ഇവിടെ തീരുകയാണ്. വല്ലാത്ത വികാര നിർഭരമായൊരു അന്തരീക്ഷമായിരുന്നു സാന്റിയാഗോ ബെർണാബുവിൽ. കണ്ണീരിൻ്റെ ഒരു കളി, കണ്ണീർ മഴ എന്ന് പറയണം. കാർലോ അഞ്ചലോട്ടി കണ്ണീരണിയുന്നു. കളി കഴിഞ്ഞിട്ട് അദ്ദേഹം കരയുന്നു. ഇന്നലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, നാളെ എനിക്ക് കരച്ചിൽ വരികയാണെങ്കിൽ, ഞാൻ കരയുകയാണെങ്കിൽ അത് ഞാൻ മറച്ചു വെക്കാൻ ശ്രമിക്കില്ല, ഞാൻ അങ്ങ് കരയുമെന്ന്. ലൂക്ക മോഡ്രിച്ചിന് കണ്ണ് നിറയുന്നു. അദ്ദേഹത്തെ ടോണി ക്രൂസ് വന്ന് കെട്ടിപ്പിടിക്കുന്നു. ആരാധകർക്ക് കണ്ണ് നിറയുന്നു. എന്തിന്? ഫ്ലോറന്റീനോ പെരസ് വികാരാധീനനാവുന്ന ചിത്രം നിങ്ങൾ കണ്ടില്ലേ? വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു സാന്റിയാഗോ ബെർണാബുവിൽ. മോഡ്രിച്ചിനെ പിൻവലിക്കുന്ന ഘട്ടത്തിൽ രണ്ട് ടീമിൻ്റെ താരങ്ങളും ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നു. ഓരോരോ നിമിഷങ്ങൾ ഹൃദയത്തിൽ പതിഞ്ഞ നിമിഷങ്ങളാണത്. കളി തുടങ്ങും മുമ്പ് തന്നെ രണ്ട് ലെജൻഡുമാർക്ക് അവർ ട്രിബ്യൂട്ട് അർപ്പിച്ച് തുടങ്ങിയിരുന്നു. വലിയ ബാനറുകൾ, താങ്ക് യു ലെജൻഡ്, താങ്ക് യു കാർലിറ്റോ. ആരാധകർ ഒന്നടങ്കം ചാൻഡ് ചെയ്ത നിമിഷങ്ങൾ. 10ാമത്തെ മിനിറ്റിൽ മോഡ്രിച്ചിന് സ്പെഷ്യൽ ചാൻഡ്. 2 മിനിറ്റ് കഴിയുമ്പോൾ കാർലോ അഞ്ചലോട്ടിക്ക് സ്പെഷ്യൽ ചാൻഡ്. അങ്ങനെ വികാരനിർഭരമായൊരു ഘട്ടം. ഓരോ നിമിഷങ്ങളും അങ്ങനെയായിരുന്നു കളിയിൽ. പക്ഷേ എംബാപ്പയുടെ 2 ഗോളുകൾ അവർ വിജയത്തിലേക്ക് കൊണ്ടുപോവുക കൂടി ചെയ്തപ്പോൾ ആ യാത്രയപ്പ് വളരെ അർത്ഥവത്തായതായിട്ട് മാറി. പിന്നെ അദ്ദേഹത്തെ പിൻവലിക്കുന്ന ഘട്ടത്തിൽ കാർലോ അഞ്ചലോട്ടി മോഡ്രിച്ചിനെ പിൻവലിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ചീമയെ കളിക്കളത്തിലേക്ക് വിടുന്നു. ആ ഘട്ടത്തിൽ 2 ടീമിലെ താരങ്ങളും അദ്ദേഹത്തിനെ യാത്രയാക്കുന്നു. മോഡ്രിച്ചിൻ്റെ ഫാമിലി അത് കണ്ടു നിന്നിട്ട് കണ്ണീരണിയുന്ന കാഴ്ച. വല്ലാത്ത അനുഭവങ്ങളായിരുന്നു. ഓരോ നിമിഷവും വികാരം തുളുമ്പുന്നതായിരുന്നു. അവരുടെ ആ ഒരു സ്നേഹവും അഫെക്ഷനും തങ്ങളുടെ പ്രിയപ്പെട്ടവർ വിട പറയുമ്പോൾ ഹൃദയത്തിൽ കൊളുത്തുന്ന വേദനയോടുകൂടി അവർക്ക് യാത്രാമംഗളം ഓതുന്ന 10,000-കണക്കിന് ആളുകളെയാണ് നമ്മൾ സാന്റിയാഗോ ബെർണാബുവിൽ കണ്ടത്. വല്ലാത്തൊരു ഒവേഷനാണ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ സമയത്ത് ലൂക്ക മോഡ്രിച്ചിന് ലഭിക്കുന്നത്. കളി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കണ്ണീർ കടൽ കാണുന്നത്. ഓരോ താരങ്ങൾ വന്ന് കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നു. അതുപോലെ കാർലോ അഞ്ചലോട്ടി കരയുന്നു. ഞാനത് ഓൾറെഡി പറഞ്ഞു. അഞ്ചലോട്ടിയെ പോലെ ഒരാൾ, അങ്ങനെ ഒരു കുഞ്ഞിനെ പോലെ വിതുമ്പുന്ന കാഴ്ച, അതുപോലെ തന്നെ പെരസിൻ്റെ കാഴ്ച, ഓരോന്ന് നമ്മൾ എടുത്തു പറയുമ്പോഴും അതൊക്കെ ഹൃദയത്തിൽ കൊള്ളുന്ന കാഴ്ചകളാണ്. നോക്കി നിൽക്കാൻ പറ്റാത്ത കാഴ്ചകളാണ്. പക്ഷേ തല ഉയർത്തിയാണ് ആ 2 ലെജൻഡുമാരും അവിടെ നിന്ന് മടങ്ങുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.